നമസ്കാരം. ഞാൻ ഈ കാണിച്ചിരിക്കുന്ന പോസ്റ്റ് കണ്ടോ? ഇത് ഉണ്ണി മുകുന്ദൻ ഇന്നലെ അദ്ദേഹത്തിന്റെ ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്തതാണ്. പ്രേക്ഷകരോടുള്ള ഒരു ചെറിയ അപേക്ഷയാണ്. മാർക്കോ പോലെയുള്ള പല മലയാളം മൂവീസിന്റെയും ഇപ്പൊ റിലീസായിട്ടുള്ള പല മലയാളം മൂവീസിന്റെയും ഫേക്ക് വ്യാജ പതിപ്പ് ഇപ്പൊ പല ഓൺലൈൻ വെബ്സൈറ്റുകളിലും ഒക്കെ തന്നെ അവൈലബിൾ ആണ്. ഇതാരാണ് ചെയ്യുന്നത് എന്ന് പലർക്കും അറിയില്ല. ഈ സിനിമകളിലൊക്കെ അഭിനയിച്ചേക്കുന്ന ആക്ടേഴ്സ് ആയിക്കോട്ടെ, ഡയറക്ടേഴ്സ് ആയിക്കോട്ടെ, പ്രൊഡ്യൂസേഴ്സ് ആയിക്കോട്ടെ, അവരൊക്കെ തന്നെ ഈ കാര്യത്തിൽ ഹെൽപ്ലെസ് ആണ്. അവർക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഒരുപാട് നിയമ സംവിധാനങ്ങളൊക്കെ ഉണ്ട് ഇത് തടയാൻ. പക്ഷെ എത്രത്തോളം നിയമങ്ങളുണ്ട്, റൂൾസും റെഗുലേഷൻസും ഒക്കെ ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഇതൊക്കെ വകവെക്കാതെ പല ആൾക്കാരും ഇത്തരത്തിലുള്ള വ്യാജ പതിപ്പ് ഇറക്കാറുണ്ട്. അപ്പൊ ഇത് തടയണമെന്നുണ്ടെങ്കിൽ പ്രേക്ഷകർ തന്നെ വിചാരിക്കണം. അപ്പൊ ദയവ് ചെയ്ത് ഇത്തരത്തിലുള്ള വീഡിയോസും ഇത്തരത്തിലുള്ള ഫേക്ക് ആയിട്ടുള്ള മൂവീസ് ഒന്നും തന്നെ പോയി ഡൗൺലോഡ് ചെയ്ത് കാണരുത് എന്നാണ് ഉണ്ണി മുകുന്ദൻ ഇതിനകത്ത് അപേക്ഷിച്ചേക്കുന്നത്. സത്യത്തില് ഇപ്പോൾ സിനിമ ഇൻഡസ്ട്രി ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം ഇതായിരിക്കും. പല മൂവീസിന്റെയും നല്ല ഹിറ്റായിട്ട് തിയേറ്ററിൽ ഓടിക്കൊണ്ടിരിക്കുന്ന പല മൂവീസിന്റെയും ഒരു 5-6 ദിവസം കഴിയുമ്പോഴേക്കും അതിന്റെ ഫേക്ക് ഇതുപോലെ ലീക്കാവും. അങ്ങനെ ലീക്കായി കഴിഞ്ഞു കഴിഞ്ഞാൽ തിയേറ്ററിലേക്ക് ആള് കയറില്ല. ഈ കാശ് കൊടുത്ത് ടിക്കറ്റ് എടുക്കുന്നതിനെക്കാട്ടിലും നല്ലത് ഇതുപോലെ ഡൗൺലോഡ് ചെയ്ത് കാണുന്നതാണ് എന്ന് വിചാരിക്കുന്ന പല ആൾക്കാരുമുണ്ട്. അപ്പൊ അത്തരക്കാരെന്ത് ചെയ്യും? ക്ലിയർ ആയിട്ടുള്ള പ്രിന്റ് കിട്ടുമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അങ്ങനെ കണ്ടാൽ പോരെ. ഇപ്പൊ പല ഫേക്ക് വേർഷനുകളും അങ്ങനെയാണ്. പണ്ടൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വ്യാജ പതിപ്പ് ഇറങ്ങുമ്പോൾ അതിനകത്ത് വലിയ ക്ലാരിറ്റി ഒന്നും ഉണ്ടായിരിക്കത്തില്ല. നല്ല ക്വാളിറ്റി ഉള്ള വീഡിയോ ആയിരിക്കില്ല അത്. അതുകൊണ്ട് തന്നെ അതാരും കാണത്തില്ലായിരുന്നു. പക്ഷെ ഇപ്പോഴത്തെ വ്യാജ പതിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിയേറ്ററിൽ പോയി ഇരുന്ന് കാണുന്നത് പോലെ തന്നെ നല്ല ക്ലാരിറ്റിയോട് കൂടിയിട്ടായിരിക്കും കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ എന്താണ്, പല ആൾക്കാരും ഇത്തരത്തിലുള്ള ഓൺലൈൻ വെബ്സൈറ്റുകളൊക്കെ തന്നെ പോയി സന്ദർശിച്ച് ഇത്തരം മൂവീസ് ഒക്കെ ഡൗൺലോഡ് ചെയ്ത് കാണും. അത് ആ മൂവിയെ ബാധിക്കുമോ? നല്ല രീതിയിൽ അഫക്റ്റ് ചെയ്യും. അങ്ങനെ ഈ ഒരു സംഭവം ഇങ്ങനെ തുടർന്ന് പോയി കഴിഞ്ഞാൽ അത് സിനിമ എന്ന് പറയുന്ന ഇൻഡസ്ട്രിയെ തന്നെ നല്ല രീതിയിൽ അഫക്റ്റ് ചെയ്യും. ഇപ്പൊ അത് അഫക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ മാർക്കോ പോലെയുള്ള മൂവി സക്സസ്ഫുള്ളി റണ്ണാണ്. ഏതൊക്കെ ലാംഗ്വേജിൽ റിലീസ് ചെയ്തിട്ടും അവിടെ എല്ലാം നല്ല രീതിയിലാണ് ഓടിക്കൊണ്ടിരിക്കുകയാണ്. ബോളിവുഡിൽ പല ഹിറ്റ് മൂവീസിനെയും തള്ളി ഇപ്പൊ മാർക്കോ തിയേറ്ററിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഈവൻ നമ്മുടെ മലയാളത്തിന്റെ കാര്യം തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മെഗാസ്റ്റാറിന്റെ മൂവിയെക്കാട്ടിൽ വാല്യൂ, അതിനെക്കാട്ടിൽ പബ്ലിസിറ്റി ഒരു മൂവിക്ക് കിട്ടുവാണ്. ഉണ്ണി മുകുന്ദന്റെ ഒരു യുവതാരത്തിന്റെ മൂവിക്ക് കിട്ടുവാണ്. അത്രയധികം റീച്ച് ആയിട്ടുണ്ട് ആ മൂവി. അത്രയധികം ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. പിന്നെ കുറേ നെഗറ്റീവ് ആയിട്ടുള്ള കമന്റുകളും മാർക്കോയെ കുറിച്ച് വരുന്നുണ്ട്. അത് നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാണല്ലോ, ഇപ്പൊ നമ്മുടെ സമൂഹത്തിൽ പൊതുവായിട്ട് കാണുന്ന ഒരു സംഭവമുണ്ട്. എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു മൂവിയെ കണക്ട് ചെയ്തിട്ട് അങ്ങ് പറയും ദൃശ്യം മോഡൽ, അതേപോലെ ഇപ്പൊ മാർക്കോ മോഡൽ എന്നും പറയുന്നുണ്ട്. പല മാധ്യമങ്ങളുമാണ് ഇത്തരത്തിലുള്ള ടേമുകൾ അടിച്ചിറക്കാറുള്ളത്. സത്യത്തില് സിനിമയാണോ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾക്കൊക്കെ കാരണം? ഒരിക്കലുമല്ല. ഒരു 0.09% ഒക്കെ തന്നെ കാരണമാകുന്നുണ്ട്, ഇൻഫ്ലുവൻസ് ഉണ്ടാക്കുന്നുണ്ട്. പക്ഷേ എന്നിരുന്നാലും സിനിമ കണ്ടിട്ടല്ല ആൾക്കാർ വഴി തെറ്റുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കണം. കാരണം അതെനിക്ക് ഇപ്പം അറിയാം. ഈ മാർക്കോയെക്കാട്ടിലും ഒക്കെ വലിയ എക്സ്ട്രീം ആയിട്ടുള്ള, അല്ലെങ്കിൽ അതിനെക്കാട്ടിലൊക്കെ 100 മടങ്ങ് എക്സ്ട്രീം ആയിട്ടുള്ള സിനിമകൾ ഞാൻ കണ്ടിട്ടുണ്ട്. പല ലാംഗ്വേജിലും അത്തരത്തിലുള്ള സിനിമകളുണ്ട്. കൊറിയൻ ആയിക്കോട്ടെ, ഹോളിവുഡ് ആയിക്കോട്ടെ, അങ്ങനെയുള്ള പല സ്ഥലങ്ങളിലും അത്തരത്തിലുള്ള സിനിമകൾ പണ്ടേ ഇറക്കുന്നുണ്ട്. ആ സിനിമകളൊക്കെ കണ്ടിട്ട് എനിക്ക് എക്സ്പീരിയൻസ് ഉണ്ട്. അതുകൊണ്ട് ഞാൻ പറയാം, ആ സിനിമകളൊന്നും തന്നെ ഒരു തരിമ്പ് പോലും നമ്മളെ എന്ത് ചെയ്യത്തില്ല, ഇൻഫ്ലുവൻസ് ചെയ്യില്ല. പിന്നെ എന്താണ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് ഒരു ചിന്താശേഷി ഉണ്ടല്ലോ, ആ ചിന്താശേഷിയെ അഫക്റ്റ് ചെയ്യുന്ന എന്തെങ്കിലും സംഭവം നമ്മുടെ ശരീരത്തുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതൊക്കെ നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യും. എന്താണ് ആ സംഭവം? ലഹരി. ഇപ്പൊ പല യുവജനങ്ങളായിക്കോട്ടെ, പല ആൾക്കാരും ഇത്തരത്തിലുള്ള ലഹരിക്ക് അടിമകളാണ്. അതുകൊണ്ട് തന്നെ എന്താണ്, അവരുടെ ചിന്താശേഷി നശിച്ചു പോകുന്നു, അവർക്ക് ചിന്തിക്കാനുള്ള കഴിവ് നഷ്ടപ്പെടുന്നു, വിവേകം നഷ്ടപ്പെടുന്നു, ബുദ്ധി നഷ്ടപ്പെടുന്നു. അങ്ങനെയാണ് ഇപ്പൊ സമൂഹത്തിൽ പല പ്രശ്നങ്ങളും ഉണ്ടാകുന്നത്. ടീനേജേഴ്സിന്റെ ഇടയിൽ തന്നെ ഇത്തരത്തിലുള്ള വലിയ വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. എന്ത് കാരണമാണ്? ലഹരി. അതിന് ഒരേ ഒരു പേരേ ഉള്ളൂ, ലഹരി. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ തടയണം. നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന അത്തരം കാര്യങ്ങൾ തടയാതെ സിനിമയുടെ വക്കിട്ട് കയറി കഴിഞ്ഞാൽ എല്ലാം ആവുമോ? അല്ലെങ്കിൽ സിനിമയാണ് എല്ലാത്തിനും കാരണം എന്ന് പറഞ്ഞുകൊണ്ട് വല്ല കാര്യമുണ്ടോ? സിനിമയല്ല യഥാർത്ഥത്തിലുള്ള വില്ലൻ നമ്മൾ മനസ്സിലാക്കണം. പിന്നെ മാർക്കോ പോലെയുള്ളൊരു മൂവി മലയാളികൾ ഇത്രയും അക്സെപ്റ്റ് ചെയ്തതിന് കാര്യം ഇതൊരു പുതിയ തുടക്കമാണ്, ഒരു എക്സ്പെരിമെന്റ് ആണ്.
മലയാളത്തിൽ ആദ്യം എന്ന് പറയുമ്പോൾ അതൊരു വലിയ കാര്യമല്ലേ? മലയാളം ഇൻഡസ്ട്രി വലുതായി എന്നല്ലേ അതിനർത്ഥം? നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, മലയാളത്തിൽ ഒരുപാട് ക്വാളിറ്റിയുള്ള സിനിമകളുണ്ട്, ധാരാളം ക്വാളിറ്റിയുള്ള സിനിമകളുണ്ട്, നല്ല കഥകളുണ്ട്, നല്ല കഥാപാത്രങ്ങളുണ്ട്, ഈവൻ ലോകം മുഴുവൻ അറിയപ്പെടേണ്ട ലെജൻഡ് ആയിട്ടുള്ള ആർട്ടിസ്റ്റുകളുണ്ട്, ആക്ടേഴ്സ് ഉണ്ട്. നമ്മുടെ മോഹൻലാൽ ആയിക്കോട്ടെ, മമ്മൂക്കി ആയിക്കോട്ടെ, അവരൊക്കെ തന്നെ പല ലാംഗ്വേജിലുള്ള സിനിമകൾ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം എനിക്ക് മനസ്സിലായ ഒരു കാര്യം, നമ്മുടെ ഈ ലാലേട്ടൻ്റെയും മമ്മൂക്കിയുടെയും ഒക്കെ ഫേസിൽ വരുന്ന എക്സ്പ്രഷൻ ഒന്നും അവരുടെ ഒന്നും മുഖത്തൊരു 50% പോലും വരാറില്ല. എന്തിനാ വേറെ ആരെ എടുക്കണ്ട, ലാലേട്ടനെ തന്നെ എടുക്കുക. അദ്ദേഹത്തിന്റെ മുഖത്ത് അദ്ദേഹം ഒരു 30 വർഷത്തിനിടയിൽ ചെയ്തു വെച്ചിട്ടുള്ള സിനിമകള്, ആ മുഖത്തൊക്കെ വരുന്ന എക്സ്പ്രഷൻ, അദ്ദേഹത്തിന്റെ ഒരു കൺപീലി പോലും അഭിനയിക്കുമായിരിക്കും. അതൊന്നും പല ആർട്ടിസ്റ്റുകളുടെയും ഫേസിൽ വരാറില്ല. ലോകം മുഴുവൻ അറിയപ്പെടേണ്ട ലെജൻഡുകളാണ്. അപ്പം അങ്ങനെ നമ്മുടെ ഈ ഒരു മലയാളം മൂവീസിന്റെ ഈ ഒരു ലോകം മുഴുവൻ അറിയപ്പെടണമെന്നുണ്ടെങ്കിൽ നല്ല നല്ല പുതിയ എക്സ്പെരിമെന്റഡ് ആയിട്ടുള്ള മൂവീസ് നമ്മുടെ നാട്ടിൽ ഇറങ്ങിയേ പറ്റത്തുള്ളൂ. അപ്പൊ അത്തരം മൂവീസ് മലയാളികൾ അക്സെപ്റ്റ് ചെയ്യണം. ഇപ്പൊ മാർക്കോയെ കുറ്റം പറയുന്ന പല ആൾക്കാരും ഹോളിവുഡിലെയും കൊറിയനിലെയും ഒക്കെ തന്നെ ഇത്തരം മൂവീസ് ധാരാളമായിട്ട് കണ്ടിട്ടുള്ളവരായിരിക്കും. അത്തരം മൂവീസൊക്കെ കാണുന്നവർക്ക് കുഴപ്പമില്ല. മറ്റുള്ള ലാംഗ്വേജിൽ അങ്ങനെയുള്ള മൂവീസ് ഇറങ്ങിക്കഴിഞ്ഞാൽ കുഴപ്പമില്ല. മലയാളത്തിൽ അങ്ങനെ എന്തെങ്കിലും ഇറങ്ങിക്കഴിഞ്ഞാൽ വലിയ അപരാധം. എന്നിട്ട് മാർക്കോ മോഡൽ, എന്ത് മാർക്കോ മോഡൽ? സിനിമ കാരണമല്ല ഇങ്ങനെയൊന്നും സംഭവിക്കുന്നത്. സിനിമയ്ക്ക് മുമ്പും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാകുന്നുണ്ടല്ലോ. മാർക്കോ ഇറങ്ങുന്നതിന് മുമ്പും കേരളത്തിൽ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ സിനിമയല്ല യഥാർത്ഥത്തിൽ വില്ലൻ നമ്മൾ മനസ്സിലാക്കുക. ലഹരി കേരളത്തിൽ ഇപ്പം അങ്ങോളം ഇങ്ങോളം ആ സംഭവം പിടിമുറുക്കിയേക്കാണ്. അതുകൊണ്ടാണ് കേരളത്തിൽ ഇപ്പം ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ കൂടുന്നത്. നമ്മുടെ ചിന്താശേഷിയെ ബാധിക്കുന്ന സാധനം എന്താണോ അതിൻ്റെ ഉപയോഗം തടയുക, അതാണ് വേണ്ടത്. അപ്പം ഞാൻ വേറൊരു കാര്യത്തെക്കുറിച്ച് പറഞ്ഞ് വേറൊരു സംഭവത്തിലേക്ക് പോയി. അപ്പം ഇത്തരം വ്യാജ പതിപ്പുകൾ ഇറങ്ങുന്നത് തടയണമെന്നുണ്ടെങ്കിൽ വ്യാജ പതിപ്പുകൾ കാണുന്നവരുടെ എണ്ണം കുറയണം. വ്യാജ പതിപ്പുകൾ കാണാൻ ആൾക്കാരുള്ളത് കൊണ്ടായിരിക്കുമല്ലോ. അപ്പം ഈ വ്യാജ പതിപ്പുകളൊക്കെ ഇറക്കുന്നവരുടെ മെയിൻ ലക്ഷ്യം എന്ന് പറയുന്നത് സിനിമയെ തകർക്കുക എന്നുള്ളൊരു ലക്ഷ്യമാണ്. ഇപ്പം മാർക്കോ മൂവി നല്ല ഹിറ്റായിട്ട് നിൽക്കുമ്പോൾ അതിൻ്റെ ഒരു വ്യാജ പതിപ്പ് ഇറക്കുന്നത് ആരായിരിക്കണം? ഒരു പക്ഷേ ശത്രുക്കളായിരിക്കണം. ഇപ്പൊ ബോളിവുഡിലൊക്കെ നല്ല ഹിറ്റായിട്ട് നിൽക്കുന്നു. ബോളിവുഡിലുള്ള ആൾക്കാർക്ക് അസൂയ തോന്നത്തില്ലേ? തീർച്ചയായിട്ടും അസൂയ തോന്നും. അവിടെ വലിയ നല്ല കോടിക്കണക്കിന് രൂപ ശമ്പളം വാങ്ങിക്കുന്ന സ്റ്റാർസ് ഒക്കെ ഉണ്ട്. അവർക്ക് അസൂയ തോന്നും. മലയാളത്തിലെ ഒരു സ്റ്റാറിന്റെ സിനിമ ഞങ്ങളുടെ ഇവിടെ വലിയ ഫേമസ് ആകുന്നു. എന്തിനധികം പറയുന്നു, മലയാളത്തിൽ അഭിനയിക്കുന്ന നടന്മാർക്ക് പോലും അസൂയ തോന്നും. അപ്പൊ അവരിൽ ആരെങ്കിലും ആണ് ഇതിന്റെ പുറകിലെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. ഈവൻ നമ്മുടെ ലാലേട്ടന്റെ ബറോസിന്റെ ഫേക്ക് പതിപ്പ് ഇപ്പൊ ഇറങ്ങിയിട്ടുണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങളെ നമ്മൾ പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല. കലയെ എപ്പോഴും നമ്മൾ പ്രോത്സാഹിപ്പിക്കണം. കലയെ ഉറപ്പായിട്ടും നമ്മൾ പ്രോത്സാഹിപ്പിക്കണം. കാരണം നമ്മുടെ ഡെവലപ്മെന്റ്സിന് കല ആവശ്യമാണ്. പക്ഷേ കലയെ പ്രോത്സാഹിപ്പിക്കുമ്പോൾ ഈ കലയ്ക്ക് എഗനസ്റ്റ് ആയിട്ട് നിൽക്കുന്ന നെഗറ്റീവായിട്ട് വരുന്ന കാര്യങ്ങളെ നമ്മൾ ഒരിക്കലും പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല, അനുവദിക്കാൻ പാടില്ല. അല്ലാതെ ഈ ഫേക്ക് പോയി ഡൗൺലോഡ് ചെയ്ത് കാണുക എന്ന് പറയുന്നത് വളരെ മോശമായിട്ടുള്ളൊരു കാര്യമാണ്. കോടിക്കണക്കിന് രൂപ ചെലവാക്കിയിട്ടാണ് ഈ സിനിമയൊക്കെ ഇറക്കുന്നത്. നമ്മുടെ മുമ്പിലേക്ക് ഒരു സിനിമ വരുമ്പോൾ അതിൻ്റെ പുറകിൽ ഒരുപാട് ആൾക്കാരുടെ എഫേർട്ട് ഉണ്ട്. നടന്മാരുടെയും സംവിധായകന്മാരുടെയും പ്രൊഡ്യൂസറിൻ്റെയും മാത്രമല്ല, ഒരുപാട് ആൾക്കാരുടെ എഫേർട്ട് ഉണ്ട്. 100 കണക്കിന് ആൾക്കാരുടെ എഫേർട്ട് ഉണ്ട്. അവരുടെ എഫേർട്ടിന് എന്തെങ്കിലും റിസൾട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇത്തരത്തിലുള്ള നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി പാടില്ല.